ഇപ്പൊ നെറ്റ്വർക്ക് ടെക്നോളജീസ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന യു കോൾ ദാറ്റ് കൺസെപ്റ്റ് ആസ് പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് എന്ന് പറയും. രണ്ടാമത്തേന്ന് പറയുന്നത് ക്ലയന്റ് സെർവർ നെറ്റ്വർക്ക്സ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു രണ്ട് സിസ്റ്റം, ഒന്നിൽ കൂടുതൽ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ദ ടെക്നോളജി ദാറ്റ് ഓളോസ് ടു കണക്ട് 2 or more കമ്പ്യൂട്ടേഴ്സ് ടു വൺ സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നെറ്റ്വർക്കിംഗ്, നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് നമ്മൾ പോയിന്റ് ടു പോയിന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ. പോയിന്റ് ടു പോയിന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞു. അതുപോലെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് എന്ന പോലെ നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ സിസ്റ്റംസ് എന്ന് പറയുന്നതിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ രണ്ടാമത്തെ പോയിന്റ് ഓളോസ് യു ടു ഈസിലി ഷെയർ ഡേറ്റ വിത്തൗട്ട് ഹാവിംഗ് ടു യൂസ് എ സെപ്പറേറ്റ് സെർവർ. അതായത് നമുക്ക് അവിടെ ഒരു ഈ ക്ലയന്റ് സെർവർ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. സംഭവം ഇത്രയേ ഉള്ളൂ. എനിക്ക് ഒരു നെറ്റ്വർക്ക് എന്ന പോലെ എനിക്ക് ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എനിക്ക് അതിനകത്ത് ഒന്നിൽ കൂടുതൽ ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ് എനിക്ക് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? ആ കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു സെൻട്രലൈസ്ഡ് സെർവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ സഹായം ഇല്ലാതെ തന്നെ എനിക്ക് അതിനകത്ത് ഈ പറയുന്ന ഒരു കോമ്പിനേഷൻ, അതായത് ഈ പറയുന്ന ഒരു ഡേറ്റയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സെർവർ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതെ, സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ഡിവൈസ് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് രണ്ട് സിസ്റ്റംസ് തമ്മിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോസിബിൾ ആണ്. അതിനെയാണ് നമ്മൾ പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നമ്മുടെ ഫോൺസിൽ യൂസ് ചെയ്യുന്നു. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം, അതെ, ഒരു റിസീവറും ഒരു സെൻഡർ, ഒരു റിസീവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 100 മീറ്റർ റേഡിയസിനകത്ത് വരുന്ന രണ്ട് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ, അതായത് 100 മീറ്റർ ചുറ്റളവിൽ മാത്രമേ, അല്ലെങ്കിൽ 100 മീറ്ററിനുള്ളിൽ മാത്രമേ നമുക്ക് ബ്ലൂടൂത്ത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ ഒരു സിസ്റ്റം അയക്കുന്ന ഈ പറയുന്ന ഫയൽസ് എന്ന് പറയുന്നത് അടുത്ത സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് റിസീവ് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ ഒരു പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നടക്കുന്നതിനെയാണ് യു കോൾ ദാറ്റ് പർട്ടിക്കുലർ കൺസെപ്റ്റ് ആസ് പിയർ ടു പിയർ നെറ്റ്വർക്ക്സ്. ഇപ്പൊ നമ്മൾ എൻഹാൻസസ് വർക്ക് കൊളാബറേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല. നമുക്ക് മൊത്തത്തിൽ ഒരു ടീം വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എല്ലാ ടീം മെമ്പേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. നമ്മൾ ഈ IT ഫേംസ് എന്ന് പറയുന്ന ഒരു ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പല ഐഡിയാസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത്തരം കണ്ടക്സ്റ്റുകളിലൊക്കെ, അല്ലെങ്കിൽ ഈ IT ഫേംസിലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഡിഫറെന്റ് ടീം മെമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ വർക്ക് കൊളാബറേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം പരസ്പരം സഹകരിച്ച് അവർക്ക് ചെയ്തു തീർക്കാനുള്ള ടാസ്ക് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് വർക്ക് കൊളാബറേഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ ഒരു ബേസിക്കലി കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള വർക്കിന്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകും. ക്ലിയർ ആണോ? ശരി. ഇതാണ് അതിന്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കൊരു 4 സിസ്റ്റം ഉണ്ട്. ഈ 4 സിസ്റ്റത്തിനകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിലെ ഡേറ്റ എന്ന് പറയുന്നത് അതേ നെറ്റ്വർക്കിനകത്തുള്ള ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. ആക്സസ് അല്ല, റിസീവ്. ആക്സസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ സെർവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നും എടുക്കുന്നതിനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അയക്കുന്നത് റിസീവ് ചെയ്യാൻ പറ്റും. സെൻഡും റിസീവും പോസിബിൾ ആണ്. ഓക്കെ അല്ലേ? ശരി. ഇനി ക്ലയന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ക്ലയന്റ് സെർവർ നെറ്റ്വർക്ക്, പിയർ ടു പിയർ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ക്ലയന്റ് സെർവർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. നമ്മളൊരു വക്കീലിന്റെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അങ്ങനെ
അപ്പൊ ഒരു വക്കീൽ, ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ കേസുകൾ വരുന്നത് ആക്ച്വലി എങ്ങനെയാണ്? ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നല്ല പേരെടുത്ത ഒരു വക്കീലാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപാട് പേര് അയാളുടെ സേവനം അന്വേഷിച്ച് വരും അല്ലെ? ആ സേവനം അന്വേഷിച്ച് വരുമ്പോ ആ പെർട്ടിക്കുലർ കേസ് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? വക്കീലല്ലേ? അപ്പൊ അദ്ദേഹം ആദ്യം എന്ത് ചെയ്യും? അത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആ വരുന്ന ക്ലയന്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ ആ വരുന്ന വ്യക്തി എന്ന് പറയുന്ന ആള് പറയുന്ന ആ കേസ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ രണ്ട് വശങ്ങളും എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് പഠിച്ചിട്ടല്ലേ കേസ് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കത്തുള്ളൂ. അപ്പൊ സോ ദാറ്റ് മീൻസ് അവിടെ ഒരു സർവീസ് ആണ് അയാൾ കൊടുക്കുന്നത്. സർവീസ് എന്ന് പറഞ്ഞാൽ ഒരാള് തന്റെ സേവനം ചോദിച്ചു വരുന്ന ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, ആ സേവനം ചോദിച്ചു വരുന്ന ആളെയാണ് നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? വലിയ വലിയ IT കമ്പനീസ് ഒക്കെ ചെയ്യുന്നതും അത് തന്നെയാണ്. അവരുടെ കസ്റ്റമേഴ്സിനെ ക്ലയൻസ് എന്നാണ് പറയുക, ഈ ബാങ്കുകളിലും അങ്ങനെയൊക്കെ. അപ്പൊ അവര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സേവനം ചോദിച്ചു വരുന്ന വ്യക്തികൾക്ക് ആ സേവനം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇവിടെ ഒരു ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ബേസിക് കണ്ടക്സ്റ്റിലോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്ലയന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു സിസ്റ്റം, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആകാം, അല്ലെങ്കിൽ ഒരു ഡിവൈസ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആകാം. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സർവീസിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഫയൽസ് ഡൗൺലോഡ് ചെയ്യാറില്ലേ ഏതെങ്കിലും ഒരിടത്ത് നിന്ന്? നമ്മള് ഒരു സൈറ്റിൽ കയറി ഒരു പാട്ടോ സിനിമയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാറില്ലേ യൂട്യൂബിൽ നിന്നൊക്കെ? അത് ആക്ച്വലി നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും ആ പെർട്ടിക്കുലർ ഫയൽ എവിടെയാണോ കിടക്കുന്നത്, ഇന്റർനെറ്റിനപ്പുറം ഇന്റർനെറ്റിനകത്ത് എവിടെയോ ഒരു പെർട്ടിക്കുലർ മെഷീനകത്ത് ആ പറയുന്ന സിസ്റ്റം ആ പറയുന്ന ഫയൽ കിടപ്പുണ്ട്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആ ഫയല് നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യുക. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോസിബിൾ ആക്കുന്ന ഒരു ഹൈ പെർഫോമൻസ് മെഷീനെയാണ് നമ്മൾ സെർവർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ചോദിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർവീസ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറിനെയാണ് യു കോൾ ഇറ്റ് ആസ് എ സെർവർ. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? സെൻട്രലൈസ്ഡ് മെഷീൻ ആണ്, അത്രേ ഉള്ളൂ. അവിടെ റിസോഴ്സസ്, രണ്ടാമത്തെ പോയിന്റിൽ നോക്കിയേ, സെർവർ റെഫേഴ്സ് ടു സെൻട്രലൈസ്ഡ് മെഷീൻ വിച്ച് ഷെയർസ് ദി റിസോഴ്സസ് വിത്ത് ക്ലയന്റ്സ്. റിസോഴ്സസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഏത് തരത്തിലുള്ള ഫയൽസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ആകാം. ഓക്കെ ആണോ? രണ്ടും എന്താണെന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ. ശരി, ഇനി അതിന്റെ എന്താ കേട്ടോ, ഇപ്പൊ ഇവിടെ ഒരു സെർവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ സെർവറിനകത്ത് എനിക്ക് ഒരു സെറ്റ് ഓഫ് ഡിവൈസസ് എന്ന് പറയുന്നത് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പം ഈ പറയുന്ന സിസ്റ്റം ആകാം, പ്രിന്റേഴ്സ് ആകാം, വേറെ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആകാം. ബേസിക്കലി അതിന്റെ, അല്ലെങ്കിൽ ഞാൻ ഒറ്റ വാക്കിൽ അതങ്ങ് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു സെറ്റ് ഓഫ് ഡിവൈസസ് ഉണ്ടാകും ഒരു നെറ്റ്വർക്കിനകത്ത്. ആ ഡിവൈസസിന് ഏത് തരത്തിലുള്ള സേവനമാണോ വേണ്ടത്, അത്തരം സേവനം കൊടുക്കാൻ കഴിയുന്ന, അത്തരം സേവനം റേസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ ക്ലയന്റ്. ആ സിസ്റ്റം ചോദിക്കുന്ന സേവനങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റത്തെ യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ സെർവർ. ഓക്കെ ആണോ? ശരി. പിന്നെ വേറൊരു കൺസെപ്റ്റ് കൂടെ, ആ ഏത് സിസ്റ്റത്തിന് വേണമെങ്കിലും ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോലുള്ള കൺസെപ്റ്റിലൊക്കെ ചിലപ്പോൾ ഏത് സിസ്റ്റത്തിന് വേണമെങ്കിലും എന്തായിട്ട് മാറാം? ഒരേ സമയം സെർവറും ആകാം, ക്ലയന്റും ആകാം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഒരു സമയം ക്ലയന്റ് ആയിട്ട് ആക്ട് ചെയ്യാം, അടുത്ത സമയം സെർവറായിട്ട് ആക്ട് ചെയ്യാം. ക്ലിയർ ആണോ? അതായത് ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർവീസ് കൊടുക്കുന്ന സമയത്ത് അവൻ എന്താണ്? സെർവറാണ്. സർവീസ് റിക്വസ്റ്റ് റൈസ് ചെയ്യുന്ന സമയത്ത് അവൻ ക്ലയന്റ് ആവും. അത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കമ്പാരിസൺ ഒന്ന് നോക്കിക്കോളൂ. പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? അതേസമയം ക്ലയന്റ് സെർവറിൽ മോർ ഡിഫിക്കൽട്ട്. ഈ പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ഓഫ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, ഇല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ വേഗത്തിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ഇന്റർ കണക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതേസമയം ക്ലയന്റ് സെർവർ നെറ്റ്വർക്ക് എന്ന് പറയുന്നതിൽ ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ ക്ലയന്റ് സെർവർ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. കാരണം നമ്മളിപ്പോ ഫോൺ യൂസ് ചെയ്തോ അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്തോ, ഇപ്പൊ സോഷ്യൽ മീഡിയ സൈറ്റ്സ്, ഫേസ്ബുക്ക്,
അതുപോലെ ഫേസ്ബുക്ക്, വാട്സാപ്പ്, നമ്മുടെ ഇൻസ്റ്റഗ്രാം, അതുപോലുള്ള എന്ത് കണ്ടക്സ്റ്റുകളിലും നമ്മൾ അത്തരം സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആക്സസ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറില്ലേ? അപ്പൊ ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും എവിടെയാണ് ചെയ്തിട്ടിരിക്കുന്നത്? യൂണിവേഴ്സിറ്റിക്ക് അകത്ത് ഒരു സെർവർ ഉണ്ടാകും, ഒരു ഹൈ പെർഫോമൻസ് മെഷീൻ ഉണ്ടാകും. ആ സെർവറിനകത്തായിരിക്കും ഇത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആ സൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് അവിടെയായിരിക്കും അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് ആ സൈറ്റിന്റെ സേവനം ഇന്റർനെറ്റ് വഴി ലോകം മൊത്തവും പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നു. അപ്പൊ നമുക്ക് ആ സൈറ്റിന്റെ പേരടിക്കുമ്പോൾ അതിനകത്ത് ഡൊമൈൻ നെയിം റെസൊല്യൂഷൻ എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് പഠിക്കാം, നമുക്ക് വരുന്നുണ്ടത്. അപ്പൊ അങ്ങനെ ആ സൈറ്റിന്റെ പേര് നമ്മൾ URL ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ സൈറ്റിലേക്ക്, ആ സെർവറിലേക്ക് റീഡയറക്ട് ചെയ്ത് നമ്മൾ ആ സൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടെത്തിക്കും. ക്ലിയർ? ക്ലിയർ ആയി. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ സെർവർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കണക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്യണം. കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബേസിക്കലി നമുക്ക് ഇന്റർനെറ്റിന്റെ കണക്ഷൻ മതി, അത് തന്നെ പല ലോക്കൽ ഏരിയ നെറ്റ്വർക്സിന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്ക് ആ സെർവർ എന്ന് പറയുന്നത് അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതായത് കുറച്ച് കാശ് കൂടുതൽ വേണം. അങ്ങനെ ഒരു അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അത് ഓപ്പറേഷണൽ ആക്കാനും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സമയവും, അതുപോലെ തന്നെ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സിസ്റ്റം, ക്വാളിറ്റി മീൻസ് ഇൻ ദ ടേംസ് ഓഫ് പെർഫോമൻസ്, എഫിഷ്യൻസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെലവാക്കി അതുപോലെ ഒരു ഹൈ പെർഫോമൻസ് മെഷീൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് അവിടെ വാങ്ങി വെക്കണം. എന്നാലേ ഈ പറയുന്ന മറ്റ് സിസ്റ്റംസ് ചോദിക്കുന്ന റിക്വസ്റ്റുകൾ അതിന് സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അത് ഡിഫിക്കൽട്ട് എന്ന് പറയാം. ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ ഇംപ്ലിമെന്റേഷൻ ഡിഫിക്കൽട്ടിയും കൂടിയുണ്ട്. അത് നെറ്റ്വർക്കിനകത്ത് കണക്ട് ആകണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. പിന്നെ 24 hours വർക്ക് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കണം. ഏത് ക്ലയന്റ് ചോദിച്ചാലും ആ സമയത്ത് ആൻസർ കൊടുക്കാൻ പറ്റണം, സർവീസ് കൊടുക്കാൻ പറ്റണം. ഓക്കെ ആണോ? രണ്ടാമത്തെ പോയിന്റ് പറയുന്നു അത് തന്നെയാണ്, കോസ്റ്റിന്റെ കേസാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞു മൂന്നാമത്തത് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വെറൈറ്റി ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്യാൻ ബി സപ്പോർട്ടഡ് ഓൺ ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സ് ബട്ട് ദ സെർവർ നീഡ്സ് ടു റൺ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് സപ്പോർട്ട്സ് നെറ്റ്വർക്കിംഗ്. പക്ഷെ അവിടെ പിയർ ടു പിയർ നെറ്റ്വർക്സിനകത്ത് നമുക്ക് എത്ര എലിമെന്റ്സിനെ വേണമെങ്കിലും എത്ര നോട്ട്സിനെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അതുകൊണ്ട് തന്നെ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വിൻഡോസ് ആകാം, ലിനക്സ് ആകാം, ഏത് വേണമെങ്കിലും വർക്ക് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നമ്മുടെ സെർവർ എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് ക്ലയന്റ് സെർവറിൽ വരുമ്പോൾ ക്ലയന്റ് കമ്പ്യൂട്ടേഴ്സിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ സെർവർ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഈ സർവീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരു നെറ്റ്വർക്കിനെ കൂടെ കൺട്രോൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി അതിനകത്ത് ഉണ്ടാവണം. ക്ലിയർ ആണോ? ഒരു നെറ്റ്വർക്കിനെ കൂടെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ വേറൊന്നുമില്ല. പല നെറ്റ്വർക്കുകളിൽ നിന്നും നമുക്കറിയാം, നമ്മളിപ്പോ ഇരിക്കുന്നത് കേരളത്തിനകത്തുള്ള ഏതോ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? IP അഡ്രസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഏത് നെറ്റ്വർക്കിലാണ് നമ്മൾ കണക്ട് ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഈ സെർവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഈ ക്ലയൻസ് ആ സെർവറിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന മെഷീൻസ് തന്നെ ആകണമെന്നുണ്ടോ? ഇല്ല. എവിടെ നിന്നാണ്? ഇന്ത്യക്കകത്ത് നിന്ന് വരാം, ഇന്ത്യക്ക് പുറത്ത് എവിടെ നിന്ന് വേണേലും വരാം. അതായത് ഒരു സർവീസ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പറ്റിയ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പക്ഷെ നമ്മുടെ SSLC പരീക്ഷയോ CBSE പരീക്ഷയോ കഴിഞ്ഞിട്ട് കുട്ടികൾ ചിലപ്പം ഔട്ട് ഓഫ് ഇന്ത്യ പോകും, പല ആൾക്കാരും അല്ലേ? അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ റിസൾട്ട് വരുന്ന ദിവസം എല്ലാവരും ഈ പറയുന്ന ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ ആ സൈറ്റ് ആക്സസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ റിസൾട്ട് നോക്കാനായിട്ട്? ഇല്ല. അവർ വിദേശത്തിരുന്നും ആ പറയുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് ആ URL വെച്ചിട്ട് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും CBSEയുടെ സൈറ്റിൽ കയറും. അതിനകത്ത് നിന്ന് അവർക്ക് റിസൾട്ട് ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്ന് വേണേലും നോക്കാൻ പറ്റും. അത് പോസിബിൾ ആകണമെങ്കിൽ ഈ പറയുന്ന നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആ സെർവറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നാലേ മറ്റേതെങ്കിലും ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ദാറ്റ് മീൻസ് ഇറ്റ് നീഡ്സ് അത് കൃത്യമായിട്ട് മറ്റേതെങ്കിലും നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകളെ പ്രോസസ് ചെയ്യാനും അത് അക്സെപ്റ്റ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും പറ്റണം. അതായത് നെറ്റ്വർക്കിംഗ് സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ.
കാരണം ആ CBSE എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡൽഹിയിലാണ് ഇരിക്കുന്നത്, അവരുടെ സെർവർ അവരുടെ ഓഫീസിലാണ് അല്ലെ, അവിടെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ ബിൽഡിങ്ങിനകത്തുള്ള സിസ്റ്റത്തിനകത്ത് മാത്രം റിസൾട്ട് കിട്ടിയാൽ മതിയോ? പോരാ. ഈ ലോകമെമ്പാടും എവിടെയൊക്കെ ആരൊക്കെ ഈ സൈറ്റ് നോക്കുവോ അവർക്കെല്ലാം കിട്ടണം. അപ്പൊ ആ വരുന്ന ഏത് ദിശയിൽ നിന്ന് വരുന്ന, ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഈ ശത്രു രാജ്യങ്ങളല്ലാത്ത മറ്റേത് രാജ്യത്ത് നിന്ന് വരുന്ന പെർട്ടിക്കുലർ റിക്വസ്റ്റും പ്രോസസ് ചെയ്യാൻ ആ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സിസ്റ്റംസ് ഉണ്ടാകാം. സെർവർ എന്ന് പറയുന്ന ഒരെണ്ണം തന്നെ ആകണമെന്നില്ല, ഒന്നിൽ കൂടുതൽ എത്ര വേണേലും ഉണ്ടാകാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടോട്ടൽ സർവീസ്. ഇപ്പൊ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അത്രയും ഒരുപാട് ഡേറ്റ എന്ന് പറയുന്നത് കളക്ട് ചെയ്ത് വെച്ചേക്കുകയല്ലേ. അപ്പൊ അവർക്ക് അത്രയും സെർവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത്രയും ഹാർഡ്. ഇപ്പൊ ഈ ഹോസ്പിറ്റലുകളുടെ സെർവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല, അറ്റ്ലീസ്റ്റ് സിനിമകളിലെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു വലിയ റൂം നിറച്ചു ഇങ്ങനെ ഹാർഡ് ഡിസ്കുകൾ അടുക്കി വെച്ചേക്കും. കണ്ടിട്ടുണ്ട്. അതെ, ആ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. പേഷ്യന്റ് റെക്കോർഡ്സ് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ, മെഡിക്കൽ റെക്കോർഡ്സ് അങ്ങനെയുള്ള. അപ്പൊ ആ ഒരു നെറ്റ്വർക്കിംഗ് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മറ്റ് നെറ്റ്വർക്കുകളിലെ IP അഡ്രസ്സിൽ നിന്ന് വരുന്ന സിസ്റ്റംസിന്റെ റിക്വസ്റ്റ് പ്രോസസ് ചെയ്യാൻ പറ്റും. നാലാമത്തത് മോർ ടൈം കൺസ്യൂമിങ് ടു മെയിൻറ്റെയിൻ ദ സോഫ്റ്റ്വെയർ ബീങ് യൂസ്ഡ്. പക്ഷേ അതിനകത്ത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലേ അത് യൂസ് ചെയ്യത്തുള്ളൂ. പോയിന്റ് ടു പോയിന്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോ ആ നെറ്റ്വർക്കിനകത്ത് ഒരു സിസ്റ്റം അല്ലേ ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ സിസ്റ്റംസ് ഉണ്ടാകും. പക്ഷെ ഓരോ സിസ്റ്റവും യൂസ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽ ആയിരിക്കത്തില്ലേ. അങ്ങനെ വരുന്ന പെർട്ടിക്കുലർ കേസിൽ നമുക്ക് എന്ത് പറയാം, അതിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് മെയിൻ്റെനൻസ്, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ മാത്രം ഉള്ളപ്പോൾ ചെയ്യാൻ സമയമെടുക്കും. കാരണം പിയർ ടു പിയർ നെറ്റ്വർക്കിനകത്ത് എത്ര സിസ്റ്റം ഉണ്ടോ അതിനെല്ലാം മാറ്റണം. ക്ലിയർ ആവുന്നുണ്ടോ? അതേസമയം സെർവറിനകത്ത് എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ മൊബൈൽ ഫോൺസിൽ ഇടയ്ക്ക് വരാറുണ്ട് അല്ലെ. അതായത് നമ്മളിപ്പോ സാംസങ്ങിന്റെ ഒരു ഫോൺ എടുത്തു. ഈ സാംസങ്ങിന്റെ ഫോൺ എന്ന് പറയുന്നത് എത്ര ദിവസം പ്രോപ്പർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യും? അതായത് അതിന്റെ ആപ്പ് അപ്ഡേറ്റഡ് ആകുന്ന ഒരു പെർട്ടിക്കുലർ ദിവസം വരും, ചിലപ്പോൾ 2 മാസം കൂടുമ്പോ അല്ലെ. അവരവിടെ ഇരുന്നുകൊണ്ട് സാംസങ്ങിന്റെ എവിടെയാണോ, എനിക്ക് തോന്നുന്നത് ജപ്പാനാണെന്ന് തോന്നുന്നു അല്ലെ, എവിടെയാണ്. അപ്പൊ എവിടെയാണോ ഈ സാംസങ്ങിന്റെ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നത്, അവരാണ് ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്ഡേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫോൺ സ്ലോ ആകും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് പോകും. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 മാസം കൂടുമ്പോൾ അതിനകത്ത് സെക്യൂരിറ്റി പാച്ചസ് അത്തരം കാര്യങ്ങളെല്ലാം ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് അവരുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യും. അവിടെ നിന്നാണ് ആരൊക്കെയാണോ ഇന്ത്യക്കകത്തും പുറത്തും മറ്റ് രാജ്യങ്ങളിൽ ആരൊക്കെയാണോ അത് വാങ്ങിയിട്ടുള്ളത് അവരുടെ എല്ലാം ഫോണിൽ ഈ പറയുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നടക്കും. അപ്പൊ എന്ത് പറ്റി? ആ ടോട്ടൽ അതിന്റെ ആ സെർവറിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ പോരെ. അപ്പൊ എന്ത് പറ്റും? അവരുടെ പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ള എല്ലാവർക്കും അത് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റഡ് ആവും. ക്ലിയർ? ഇനി നാലാമത്തെ ഒന്ന് നോക്കിയേ. ആ പോയിന്റ് ഒന്ന് പറയാവോ? നിങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. വെരി ലോ ലെവൽസ് ഓഫ് സെക്യൂരിറ്റി സപ്പോർട്ടഡ് ആർ നൺ അറ്റ് ഓൾ. ഇൻഡിവിജ്വൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതി ആയതുകൊണ്ട് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതാത് പേഴ്സൺ തന്നെ നോക്കണ്ടേ. ആന്റിവൈറസ് പ്രൊട്ടക്ഷൻ, ഫയർവാൾ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വ്യക്തി തന്നെ ആ സിസ്റ്റത്തിൽ നോക്കണം. ഇവിടെ നോക്കിയേ, ഹൈ ലെവൽ സെക്യൂരിറ്റി സപ്പോർട്ടഡ്, ഓൾ ഓഫ് വിച്ച് ആർ കൺട്രോൾ ഫ്രം ദ സെർവർ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ആ സെർവർ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് സെക്യൂരിറ്റി പാച്ച് ലെവൽ എന്ന് പറയുന്ന നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കിയാൽ മതി. അതിനകത്ത് സെക്യൂരിറ്റി പാച്ച് ലെവൽ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ നമ്പർ വരും, ഒരു കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് ഒക്കെ വരും. അത് ആക്ച്വലി അവര് നമ്മുടെ സിസ്റ്റം ഈ സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്ന വ്യക്തികളിൽ നിന്ന് അത് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആൻഡ്രോയിഡ് അല്ലേ നമ്മൾ സാംസങ്ങിന്റെ ഫോണുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെവലില് കേർണൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കേർണലിലാണ് അവർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നത്. അപ്പൊ എന്ത് പറ്റൂന്ന് വെച്ചാൽ കേർണൽ മുതൽ അങ്ങോട്ട് വരുന്ന ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമിന്റെ ലെയേഴ്സിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നടത്തുമ്പോൾ ഫോൺ മറ്റൊരാൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ കൂടും. ക്ലിയർ ആവുന്നുണ്ടോ?
ക്ലിയർ ആവുന്നുണ്ട്. അത് അപ്ഗ്രേഡ് ചെയ്യുന്നത് സെർവറിലാണ്. സെർവറിൽ അപ്ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ വരികയും അതിനനുസരിച്ച് നമ്മൾ കമാൻഡ് കൊടുക്കുക, നമ്മൾ അത് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ആവുകയും ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആണ് സർ. ഒന്നുകൂടി പറയണോ? ഏതെങ്കിലും ചോദിച്ചോളൂ. കുഴപ്പമില്ല. ഒരാൾ ഇല്ലെന്ന് തോന്നുന്നു അല്ലെ, പാർവതിയെ കണ്ടില്ല. ഇല്ല. Next one. Ideal for networks with less than 10 computers. Ideal for networks with അതെന്താണ്, 10 കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്തൊക്കെ അതിലും കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഓക്കെ ആണോ? ശരി. ഇനി നോ ലിമിറ്റ് ടു ദ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ്. ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിനകത്ത് നമുക്ക് ടോട്ടൽ ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് സിസ്റ്റം മാത്രമേ അതിനകത്ത് ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊന്നുമില്ല അല്ലേ. സെർവറിന് ലോകമെമ്പാടുമുള്ള ഏത് ക്ലയൻസിനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, സെർവ് ചെയ്യാൻ പറ്റും, സർവീസ് കൊടുക്കാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഒരിക്കലും ഒരു ലിമിറ്റ്, ഇത്ര സിസ്റ്റംസിന് മാത്രമേ ഞാനൊരു സർവീസ് കൊടുക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ പിയർ ടു പിയർ നെറ്റ്വർക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു അപ്ഡേഷൻ തന്നെയാണ്. സെർവർ വേണ്ട, ഇവിടെ എന്താണ്, പ്രോപ്പർ ആയിട്ടൊരു സെർവറിന്റെ പ്രസൻസ് ഉണ്ടായേ പറ്റുള്ളൂ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെറ്റ്വർക്ക് ലെവലിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന എല്ലാ എലിമെന്റ്സിനെയും ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചോദിക്കുന്ന എല്ലാ റിക്വസ്റ്റും അക്സെപ്റ്റ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ. ഇവിടെ വരുന്നത് ഒരു ലാസ്റ്റ് വൺ ഡിമാൻഡ്സ് എ മോഡറേറ്റ് ലെവൽ ഓഫ് സ്കിൽ ടു അഡ്മിനിസ്റ്റർ ദ നെറ്റ്വർക്ക്. മോഡറേറ്റ് ലെവൽ ഓഫ് സ്കിൽ എന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഓരോ സിസ്റ്റവും ഇൻഡിവിജ്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു സിസ്റ്റം കേടായാലും നമുക്ക് അതിനകത്ത് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബ്രേക്ക് ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, ആ ഒരു കൺസെപ്റ്റ് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അതിന്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്ന ഒരു കണ്ടക്സ്റ്റിൽ നോക്കുമ്പോൾ അത്യാവശ്യം സ്കില്ലുള്ള ഏതൊരാൾക്കും അത്തരം ഒരു നെറ്റ്വർക്ക് സ്കിൽ എന്ന് പറയുന്നത് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടാണ് അയാൾ ആ നെറ്റ്വർക്ക് മാനേജ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് കേട്ടോ. അതാണ് അഡ്മിനിസ്റ്റർ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ കേപ്പബിലിറ്റീസ്, ഏതൊക്കെ ഡിവൈസസ് അതിനകത്തുണ്ട്, എങ്ങനെയാണ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന, അങ്ങനെ ഒരു മോഡറേറ്റ് ലെവല്, അത് ഒരുപാട് ടഫ് അല്ലാത്ത ഒരാൾ, അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ. ക്ലയന്റ് സെർവർ നെറ്റ്വർക്കിനകത്ത് എന്താണ് വേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റില് ഒരു സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സൈറ്റ് എന്ന് പറയുന്നത് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് വളരെ ഇപ്പൊ ബാങ്കിങ് സിസ്റ്റം ഏറ്റവും നല്ല എക്സാമ്പിൾ അതാണ്. ഏതെങ്കിലും ഒരു വലിയ ബാങ്കിന്റെ സെർവർ എന്ന് പറയുന്നത് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമുക്ക് അത് റിപ്പയർ ചെയ്ത് അതിനെ തിരിച്ച് സർവീസിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നഷ്ടപ്പെടും. അപ്പോ അത്രയും ഹൈ ലെവൽ ഓഫ് IT സ്കിൽസ് ഉള്ള, അത്രയും നോളജ് ഉള്ള, അത്രയും കഴിവുള്ള ആൾക്കാരെ തന്നെയാണ് അവിടെ അത്തരം പോസ്റ്റുകളിൽ നിയമിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയി. ഓക്കെ. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് ആ പോസ്റ്റിനെ പറയുന്നത്. ഇപ്പൊ നമ്മള് PSCയിലൊക്കെ അത്തരം നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിയില്ല. ക്ലിയർ. ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് ആ ഒരു വ്യക്തിക്ക് നമ്മൾ ആ ഒരു പൊസിഷന് പറയുന്നത്. അയാളുടെ ജോലി എന്ന് പറയുന്നത് ഈ പറയുന്ന സെർവറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന സെർവർ ഡൗൺ ആകാതെ നോക്കേണ്ട, അല്ലെങ്കിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ എത്രയും വേഗം ഒരു ആക്ഷൻ എടുത്ത് അതിനെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജോലി. ഓക്കെ. ഇത് പഠിച്ചോണം, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ് ചോദിക്കും കേട്ടോ. ഈ പോയിന്റ്സ് നോക്കി വെച്ചോ.